Good morning. Morning, ma'am. Morning, ma'am. Prayer നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടോ നമ്മുടെ ക്ലാസ്സിൽ പറയാൻ വേണ്ടിട്ട്? അറിയണോരാരെങ്കിലും പ്രയർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ പാടിയത്. പറഞ്ഞോടാ. Good morning. Bless us, Lord, throughout the day, while at school, at home, at play. Help us to love and not to hate. Bless us all, oh Lord, we pray. Thank you. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാട്ടെ ബാക്കിയുള്ളവർ വരാൻ വേണ്ടിട്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് നോക്കാം എല്ലാവരും. കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ എടുത്ത് നിർത്തിയത് ഓർമ്മയുണ്ടോ? Physical disability day. Physical disabilities. Okay. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ കാണണല്ലേ. കഴിഞ്ഞ ആഴ്ച ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല, മഴയൊക്കെ കാരണം. അത് ക്ലാസ് എടുത്തു കഴിഞ്ഞ് കുറെ നാളായില്ലേ. ഞാൻ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ ഒന്നും കൂടി പറഞ്ഞിട്ട് നമ്മ ഇനി അടുത്ത ടോപ്പിക് എടുക്കുള്ളൂ കേട്ടോ. ഒരു 5 minutes വെയിറ്റ് ചെയ്യാം. Chapter 3. Unit 8 കേട്ടോ. പാർട്ട് 1 യൂണിറ്റ് 8. കോമ്പൻസേറ്ററി എഡ്യൂക്കേഷനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മുടെ ഇന്ത്യയില് 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും എന്താണ് എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ട്. അപ്പൊ അതില് സ്പെഷ്യൽ നീഡ്സോട് ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് അവർക്കും നമ്മൾ പറഞ്ഞിരിക്കുന്ന എഡ്യൂക്കേഷന് എന്തുണ്ട് റൈറ്റ്സ് ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് സ്പെഷ്യൽ നീഡ്സ് അല്ലെങ്കിൽ ആരൊക്കെയാണ് ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് എന്നാണ് നമുക്ക് കവർ ചെയ്ത ടോപ്പിക്. ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇംപേർഷ്മെന്റ്, വിഷ്വൽ കാഴ്ചയ്ക്ക് പരിമിതിയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ കണ്ണ് കാണാൻ പറ്റാത്ത കുട്ടികൾ, അങ്ങനത്തെ കുട്ടികളെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. വിഷ്വൽ ഇംപേർഷ്മെന്റ് സാധാരണ ഇപ്പോൾ കണ്ണിന് ചെറുതായിട്ട് കാഴ്ചക്കുറവുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് തീരെ കണ്ണാണാത്ത കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ് ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അവരുടെ രീതി ബ്രെയിൻ ലിപിയാണ്, അതാണ് അവർ പഠിക്കുന്നത്, അതാണ് പഠിപ്പിക്കുന്നത്. അത് ബ്രെയിൻ ലിപിയിൽ പരിശീലനമുള്ള ടീച്ചേഴ്സ് ആയിരിക്കും ശരിക്കും വിഷൻ ഒട്ടും കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ കാഴ്ച ഇല്ലാത്തവരെ പഠിപ്പിക്കുന്നത്. ചില കേസുകളിൽ കുട്ടികളിൽ എന്താ പറയാ ഒരു 80% അല്ലെങ്കിൽ 20% കാഴ്ച കുറവുള്ളവർ, ചിലവരുടെ ഗ്ലാസ് കണ്ണിൽ ഗ്ലാസ് വയ്ക്കും, ചിലവർക്ക് അപ്പൊ കാഴ്ച പരിമിതിയുള്ള കുട്ടികളും നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാവും, നമ്മുടെ പരിചയത്തിൽ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഓരോ ടീച്ചേഴ്സിന് എന്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പിന്നെ പറഞ്ഞത്. അങ്ങനെ ടീച്ചേഴ്സ് അങ്ങനെ നമ്മുടെ ക്ലാസ്സിൽ അങ്ങനെ കുട്ടി ഉണ്ടെങ്കിൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ് മസ്റ്റ് ആയിട്ട് ചെയ്യുന്നത്. കാഴ്ച പരിമിതിയുള്ള കുട്ടീനെ ഫ്രണ്ടിൽ എത്താനായിട്ട് നോക്കാം. കാരണം
ആ കുട്ടിക്ക് ചിലപ്പോ ബോർഡിൽ എഴുതണം പറയും നമ്മൾ കാണാനോ കുറച്ചും കൂടി നല്ല രീതിയിൽ എഫക്റ്റ് ആവണമെങ്കിൽ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് ആവുമ്പോഴാണ് കുറച്ചുകൂടി എഫക്റ്റ് ആണ്. ബാക്കിലോട്ട് പോകുമ്പോൾ ആ കുട്ടിക്ക് ബോർഡിൽ എഴുതണം ഒന്നും വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. അതേപോലെ തന്നെ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. എപ്പോഴും ഫ്രണ്ടിൽ നിന്ന് ലൈറ്റ് വെക്കാതെ ഒന്നില്ലെങ്കിൽ നമ്മുടെ സൈഡ് വശങ്ങളിൽ നിന്ന് ലൈറ്റ് വെക്കുക, അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് ലൈറ്റ് വന്ന രീതിയിൽ എന്തെങ്കിലും ലൈറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്നാണ് ലൈറ്റ് എടുക്കണമെങ്കിൽ ആ കുട്ടിയുടെ കണ്ണിലേക്ക് നേരിട്ട് ലൈറ്റ് എടുക്കും, ആ കുട്ടിക്ക് ബ്ലർ ആയിരിക്കും. നമുക്കൊന്നും ഇമേജ് ഇപ്പൊ ബോർഡിൽ എഴുതുന്നതൊന്നും ഒട്ടും കാണാനായിട്ട് പറ്റൂല. ഇങ്ങനെ ഒരു കുട്ടി നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടെന്നുള്ളത് ടീച്ചർ തന്നെ ഐഡന്റിഫൈ ചെയ്യണം. ഓരോ ടീച്ചറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ആ കുട്ടി എന്തോ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ കാഴ്ചപരിമിതി ഉണ്ടെന്ന് നമ്മൾ തന്നെ ഐഡന്റിഫൈ ചെയ്യണം. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കുട്ടി ഉണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ബോർഡിൽ എഴുതുന്നതിനൊപ്പം ബോർഡിലൊക്കെ നമ്മൾ വരച്ച് എഴുതുമല്ല, ഒരു എന്താ പറയുക പാർട്സ് ഒക്കെ ഒരു എന്താ പറയുക ഫ്ലവറിന്റെ പാർട്സ് ആണ് നമ്മൾ വരയ്ക്കണമെങ്കിൽ അതിന്റെ പേരുകൾ അതേപോലെ വ്യക്തമായിട്ട് അത് പറഞ്ഞു കൊടുക്കാനായിട്ട് ഇങ്ങനത്തെ കുട്ടികൾ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ ട്രൈ ചെയ്യാനായിട്ട് നോക്കാം. പിന്നെന്താണ്, ഈ കുട്ടികൾക്ക് എക്സാം ഒക്കെ വരുമ്പോ എക്സാമിന്റെ പേപ്പർ കുറച്ചും കൂടി വലിയൊരു അക്ഷരത്തിൽ പ്രിന്റ് ചെയ്യാൻ നോക്കുക. ഇപ്പൊ നമ്മൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ എന്തെങ്കിലും PDF എന്ന് പറഞ്ഞാൽ 12 അപ്പൊ കാഴ്ചപരിമിതിയുള്ള കുട്ടികൾ ചെറിയ അക്ഷരങ്ങളൊന്നും കാണാനായിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യാം, ആ 12 ഫോൺ സൈസ് മാറ്റാം, 14 പ്രിന്റ് ചെയ്തിട്ട് കൊടുക്കുക. അതൊക്കെ ആ ക്ലാസ്സിലിരിക്കുന്ന ടീച്ചറുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. അതേപോലെ തന്നെ കുറച്ച് എക്സ്ട്രാ ടൈം കൊടുക്കണം, നല്ലതായിരിക്കും. ആ കുട്ടിക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യാൻ പറ്റും, എക്സാം കുറച്ചും കൂടി നല്ല രീതിയിൽ എഴുതാനായിട്ട് എക്സ്ട്രാ ടൈം പ്രൊവൈഡ് ചെയ്യാം. അതേപോലെ ഇന്റർവെൽസ് കൊടുക്കുക. എന്ന് വെച്ചാൽ തീരെ കണ്ണിന് കാഴ്ചക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഒരുപാട് നേരം നമ്മളിങ്ങനെ ബുക്കിലൊക്കെ നോക്കിയിരിക്കുമ്പോൾ ആ കുട്ടിക്ക് കണ്ണുവേദന എടുക്കാനും അതേപോലെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ കുറച്ച് ഇന്റർവെല് കൊടുക്കുക. അവിടെ തന്നെ ഇരുന്നോട്ടെ, കുറച്ചൊന്ന് കടന്നിട്ട് പിന്നെ എക്സാം എഴുതിയാൽ മതി എന്നൊക്കെ പറയാം. കുഞ്ഞു പിള്ളേരുടെ കാര്യങ്ങൾ പറയണം കേട്ടാ. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നോക്കേണ്ടത് കാഴ്ച പരിമിതി ഉള്ള കുട്ടികളുടെ കേസിൽ കേട്ടാ. പിന്നെന്താ പറയുന്നത്, പിന്നെ അതേപോലെ തന്നെ കുട്ടികളെ നമ്മൾ വിളിക്കാന്ന് വിചാരിക്കും, ക്ലാസ്സിൽ അവരെ വിളിക്കുകയാണെങ്കിൽ നമ്മോനെ അങ്ങനെ ഒന്നും പറയാണ്ട് ആ കുട്ടിയുടെ പേര് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കാനായിട്ട് നോക്കാം. നമ്മ ക്ലാസ്സിലെ ബാക്കി എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യാം, അഡ്രസ് ചെയ്യുമ്പോൾ അവർ നെയിം യൂസ് ചെയ്യാൻ നോക്കാം. നെയിം ഒഴിക്കുമ്പോ ആ കുട്ടിക്ക് മനസ്സിലാവും, ഇന്ന കുട്ടിയുടെ പേര് ഇതാണ്, ഓക്കെ. അല്ലെങ്കിൽ എന്താണ്, ഇപ്പൊ അതേപോലെ ആ കുട്ടിയുടെ പേര് കറക്റ്റായിട്ട് വിളിക്കാൻ നോക്കാം. അപ്പൊ ആ കുട്ടിക്ക് നമ്മ ഫ്രണ്ടിൽ നിന്നിട്ട് ആ കുട്ടിനോട് എഴുന്നേറ്റ് പറയാൻ പാടാ. ചിലപ്പോ ആ കുട്ടിക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ക്ലിയർ ആയിട്ട് നമ്മുടെ ഐസൈറ്റ് കോണ്ടാക്ട് വന്നിട്ടുണ്ടാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ കുട്ടി വിചാരിക്കും എന്നെ എല്ലാം വിളിച്ചതെന്ന് വിചാരിച്ച് അവിടെ തന്നെ ഇരിക്കും. അങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ആ കുട്ടിയുടെ പേര് നമ്മൾ വിളിക്കുമ്പോ ആ കുട്ടി എന്നിട്ട് ആൻസർ പറയും. പിന്നെ അതേപോലെ കുറച്ചുകൂടി ആക്ടിവിറ്റീസ് കുറച്ചുകൂടി ഓറൽ ആക്കാം, പറയിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറയിപ്പിക്കുക, ഓറലായിട്ട് പറയിപ്പിക്കുക. അപ്പൊ ആ കുട്ടിക്ക് എഴുതാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാണെന്ന് വിചാരിക്കുന്നത് കുട്ടി നന്നായി പഠിക്കുന്ന കുട്ടിയാണെങ്കിലും ആ കുട്ടിക്ക് കാഴ്ചപരിമിതിയോട് എഴുതാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ആ കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യാം, ഓറലായിട്ട് ആ കാര്യങ്ങൾ എന്ത് ചെയ്യാം, പറയിപ്പിക്കാനായിട്ട് നോക്കാം. ഇതാണ് ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇംപയർമെന്റ് എന്ന് പറഞ്ഞത്. ഇതില് അതേപോലെ തന്നെ ആ കുട്ടിക്ക് എന്താണ് ഇത് ആവശ്യത്തിനുള്ള എയ്ഡുകളൊക്കെ എന്തുകൊണ്ടൊക്കെ പ്രൊവൈഡ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് എക്സാം ഹോളിലൊക്കെ ചിലപ്പോൾ ഗ്ലാസ്സിൽ ചിലർ ഗ്ലാസ് യൂസ് ചെയ്താൽ അപ്പൊ അവർക്ക് ഗ്ലാസ് പ്രൊവൈഡ് ചെയ്യാം. അതേപോലെ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രിന്റഡ് സൈസ് ആണോ ക്വസ്റ്റ്യൻ പേപ്പറിലോ ഉള്ളതൊക്കെ ഉള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, എൻഷ്യൂർ ചെയ്യാം, ഉറപ്പ് വരുത്താം. ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇംപയർമെന്റ് മനസ്സിലായോ? ഞാൻ ഒരു പ്രാവശ്യം എടുത്തിടും, അതുകൊണ്ടാണ് ഓടിച്ചത് പറഞ്ഞു പോയത്. മനസ്സിലായോ? അടുത്തത് നമ്മൾ പറഞ്ഞത് ഹിയറിംഗ് ഇംപയർമെന്റ് ആണ് പറഞ്ഞത്. എന്താണ്, കേൾവി കുറവുള്ള ആൾക്കാര് എന്താ പറഞ്ഞത്, അത്യാവശ്യം എന്താണ് കേൾവി കുറവുള്ള ആൾക്കാരുടെ കാര്യം പറഞ്ഞത്. ചില ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിയറിംഗ് ഇംപയർമെന്റ് വന്നത് മെയിൻ ആയിട്ട് പറഞ്ഞിട്ട് ഈ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചാണ്. ഒരു പാരന്റ്സ് ആർക്കെങ്കിലും കേൾവി കുറവുണ്ടെങ്കിൽ അത് നമ്മുടെ മക്കൾക്കും വരാനുള്ള ചാൻസ് ഉണ്ട്, ബൈ ചാൻസ് ആണ് അങ്ങനെ വരുന്നതുണ്ട്. അതേപോലെ ചില ഇൻഫെക്ഷൻ ഡിസീസ് കാരണം നമുക്ക് ഈ കേൾവി കുറവ് സംഭവിക്കാനായിട്ട് പറ്റും.
നമ്മൾ പ്രഗ്നൻസി ടൈമില് അമ്മമാര് കുറച്ച് അത്യാവശ്യം ആൽക്കഹോളൊക്കെ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സിഗരറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ജനിക്കാനിരിക്കുന്ന കുട്ടിക്ക് കേൾവിക്കുറവ് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് കേൾവിക്കുറവ് വരാനുള്ള കാരണങ്ങൾ. കേൾവിക്കുറവുള്ള ആൾക്കാർ നമ്മളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 2 രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. മൗത്ത് റീഡിങ്, ലിപ് റീഡിങ് ആണ്. രണ്ടാമത്താണ് ത്രൂ ആക്ഷൻസ്. ചിലവരെന്ന് വെച്ചാൽ മൊത്തം ആക്ഷൻസും ലിപ് റീഡിംഗ് വഴിയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഹിയറിംഗ് ഇംപേർമെന്റ് ഉള്ള ആൾക്കാർ കുറച്ചും കൂടി കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അവർക്ക് ശരിക്കും വോയിസ് ക്ലിയർ ആയിരിക്കണം. ഹിയറിംഗ് എയ്ഡ് വയ്ക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഹിയറിംഗ് എയ്ഡ് കൊടുക്കുക. കാരണം ചില കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര ഉറക്കെ സംസാരിച്ചാലും അവരൊന്നും കേൾക്കാത്ത പോലെ ഇരിക്കും. അങ്ങനെ ഇരിക്കുന്ന കുട്ടികൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. കുട്ടിക്ക് കേൾവിക്ക് എന്തോ പ്രശ്നമുണ്ട്, അങ്ങനെ തന്നെ അവരുടെ പാരന്റ്സിനോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കുട്ടിക്ക് ചെവിക്ക് എന്തോ പ്രശ്നം, ഞാൻ എത്ര വിളിച്ചിട്ടും എത്ര സൗണ്ട് ഉണ്ടാക്കിയിട്ടും അവർ മനസ്സിലാവുക. അങ്ങനെയാണെങ്കിൽ ചെറിയ ഹിയറിംഗ് എയ്ഡ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കേൾവി ശക്തി കേൾക്കാനായിട്ട് അവർക്ക് പറ്റും. അപ്പൊ എന്താണ് കുറെ റിസ്കുകൾ അതുവഴി അവോയ്ഡ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റും. അവരുടെ ലൈഫ് തന്നെ ഈ കേൾവിക്കുറവുള്ളതുകൊണ്ട് എന്താണ് ഒരുപാട് റിസ്ക് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് കേട്ടാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ ഒക്കെ സിഗ്നൽ, അത് നമ്മളിപ്പോ റോഡിൽ കൂടെ നടന്നു പോവാണെങ്കിൽ ബാക്കിൽ കൂടെ ഒരു വണ്ടി വരികയാണെങ്കിൽ അത് ഹോൺ അടിക്കുകയാണ്. കേൾവിക്കുറവുള്ള കുട്ടിയാണെങ്കിൽ അത് കേൾക്കൂല, അവൻ നടന്നു പോകും. ഇത് ശ്രദ്ധിക്കാണ്ട് വണ്ടി ഓടിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ആക്സിഡന്റ് പറ്റാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ നമ്മളിങ്ങനെ റെയിൽവേ ക്രോസിൽ കൂടെ ക്രോസ് ചെയ്യണം, അല്ലെങ്കിൽ റെയിൽവേ ക്രോസിൽ കൂടെ നടന്നു പോവാണെങ്കിൽ ബാക്കിൽ കൂടെ ട്രെയിൻ വന്നിട്ടുണ്ടാകുന്ന പോലും ഇവർക്ക് കേൾവിക്കുറവുള്ള കുട്ടികൾക്ക് അറിയാനായിട്ട് പറ്റൂല. അപ്പൊ എന്താണ് നമ്മൾ ഹിയറിംഗ് എയ്ഡോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എന്താ പറയാ അങ്ങനെ എന്തെങ്കിലും മെഷീൻസ് യൂസ് ചെയ്യണമെങ്കിൽ അവർക്ക് കേൾവിക്കുറവ് കേൾവി കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ചെറിയ സൗണ്ടിലെങ്കിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കേൾക്കാനും അങ്ങനെ പല റിസ്കുകൾ അവോയ്ഡ് ചെയ്യാനും അവർക്ക് പറ്റും. ഇതാണ് ചിൽഡ്രൻസ് വിത്ത് ഹിയറിംഗ് ഇംപേർമെന്റ് പറഞ്ഞത്. ഇവര് 2 രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പറഞ്ഞത്. ത്രൂ എന്താണ് ആക്ഷൻസ്, രണ്ടാമത്താണ് ലിപ് റീഡിങ്. ചില ആൾക്കാര് രണ്ടിന്റെ കോമ്പിനേഷൻ ആയിട്ട് രണ്ടും കൂടി ഒരുമിച്ച് എന്ത് ചെയ്യണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ചിൽഡ്രൻസ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റി ആണ് പറഞ്ഞത്. എന്നുവെച്ചാല് നമുക്കൊരു വശം തളർന്നു പോവാ, അല്ലെങ്കിൽ സ്വാധീനക്കുറവുള്ള കൈക്ക് സ്വാധീനക്കുറവ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളാണെങ്കിൽ അതിന് ഫിസിക്കൽ ഡിസബിലിറ്റി എന്ന് പറയാം. ഇപ്പൊ പോളിയോ നമ്മൾ പഠിച്ചില്ലേ, പോളിയോ ബാധിച്ചു കഴിഞ്ഞാലും ഫിസിക്കലി ഡിസേബിൾ ആവുമെന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെയൊക്കെ നല്ല സിറ്റുവേഷനിലാണ് അങ്ങനത്തെ കുട്ടികളെ നമ്മൾ എന്താ പറയുക ചിൽഡ്രൻസ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റി എന്ന് പറയുന്നത്. കൂടുതലായിട്ട് നമ്മൾ അറ്റൻഷൻ കൊടുക്കുക. സിമ്പതിനേക്കാളും കൂടുതൽ നമ്മൾ ഒരു സപ്പോർട്ടീവ് ആയിട്ട് അവരെ ട്രീറ്റ് ചെയ്താൽ മതി. അതായത് അവർക്ക് കുറച്ചുകൂടി എന്താവുന്നത് ഒരു ബെറ്റർ ആയിട്ട് അവർക്ക് തോന്നുന്നത്. പിന്നെ എന്താ പറയുന്നത്, ഈ ഫിസിക്കൽ ഡിസബിലിറ്റീസ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഫുള്ളായിട്ട് ബോഡി ഫിസിക്കലി എന്താണ് ഡിസേബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥ, ഫുള്ളായിട്ട് ആവശ്യമുള്ള അവസ്ഥ. രണ്ടാമത്തെ പാർഷ്യലാണ്. പാർഷ്യൽ എന്ന് പറയുന്നത് ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ടോ, ഇപ്പൊ പോളിയോ അങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ വന്നിട്ട് തളർന്നു പോണ അവസ്ഥ, അല്ലെങ്കിൽ വല്ല ആക്സിഡന്റോ ഇഞ്ചുറീസ് അങ്ങനെ വന്നിട്ട് ഹാൻഡിക്യാപ്ഡ് ആയിട്ട് പോകുന്ന ഒരു അവസ്ഥ. ഇങ്ങനത്തെ സിറ്റുവേഷനിലുള്ള കുട്ടികളെ നമുക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. അവർക്ക് ആ ഒരു ഡിസബിലിറ്റിനെ ഒരിക്കലും നമ്മ കുട്ടികളോ പോലും ടീച്ചേഴ്സോ അല്ലെങ്കിൽ കുട്ടികളോ എന്ത് ചെയ്തത് അത് പറഞ്ഞ് കളിയാക്കാനോ അങ്ങനത്തെ ഒരു കാര്യത്തിൽ നിർത്തിയത് നല്ല രീതിയിൽ അവർക്ക് നല്ലൊരു സപ്പോർട്ടീവ് കൊടുക്കുക. സിമ്പതിനേക്കാളും കൂടുതൽ അവർ ആഗ്രഹിക്കും ഒരു സപ്പോർട്ടീവ് ആയിട്ട് ഒരാള് നമ്മൾ സപ്പോർട്ട് ചെയ്യണമല്ലോ എന്നുള്ള രീതിയിലായിരിക്കും അവർ കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് കാണുന്നത്. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാം. ബാക്കി കുട്ടികളൊക്കെ വാങ്ങി ചെയ്യാം. നല്ല രീതിയിൽ അവരോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിയാണ്, അതേപോലെ തന്നെയാണ് അവരെ ട്രീറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. ഇനി അടുത്തതാണ് മെന്റൽ റിട്ടേൺഡ് ചിൽഡ്രൻസ് കേട്ടോ. Education of mental retained children is a special program whose solution leads to certain amount of knowledge. ഈ മെന്റൽ റിട്ടേൺഡ് ചിൽഡ്രൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തീരെ ചിന്തിക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ അതിനൊന്നും അവർക്ക് എന്തുണ്ടാവില്ല, കഴിവുണ്ടാവില്ല. ചിലപ്പോൾ അവരുടെ ശരീരം വളർന്നിട്ടുണ്ടാവും, മനസ്സ് ചിലപ്പോൾ ഇപ്പോഴും കുട്ടികളെ പോലെ ഇരിക്കും. അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഞാൻ താമസിക്കുന്നത് ചേന്നമംഗലം പഞ്ചായത്തിലാണ്. ഞങ്ങളുടെ പഞ്ചായത്തിന്റെ അടുത്ത് തന്നെ ഇതേപോലെ മെന്റലി റിട്ടേൺഡ് ചിൽഡ്രൻസിനെ പഠിപ്പിക്കുന്ന ഒരു സ്കൂളുണ്ട്. അപ്പൊ എന്റെ ഒരു പ്രായമുള്ള ക്വസ്റ്റ്യൻ വീടിന്റെ അടുത്താണ് അതിന്റെ വീട്. അത് മെന്റലി റിട്ടേൺഡ് ആണ്. അപ്പൊ അതിന്റെ പാരന്റ്സ് അതിനെ ഈ സ്കൂളിലേക്ക് തുടർന്നാക്കും. അപ്പൊ അവന് കുറച്ചും കൂടി നല്ല രീതിയിൽ എന്താ പറയാ പെരുമാറാനൊക്കെ അറിയാം. മുമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
വീടിന്റെ ഉള്ളിൽ തന്നെ റൂമിൽ കൂട്ടിയിട്ടിരിക്കുന്നു. അങ്ങനെ ഇരുന്നു. പുറത്തോട്ടൊന്നും വിടില്ല. നമ്മളൊന്നും ആൾക്കാരെ കാണുകയും കൂടി ഇല്ലായിരുന്നു ആ കുട്ടീനെ. വീട്ടിൽ കൂട്ടിയിട്ടിരിക്കുന്നു. ഓഫീസ് അങ്ങനെ എന്തൊരു അസുഖമാണ്. അപ്പം വീടിന്റെ അകത്ത് തന്നെ ഇരുന്നു. അപ്പൊ ചില സമയങ്ങൾ അവൻ അലർന്ന സൗണ്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കൂവണ പോലത്തെ സൗണ്ട് ഞാൻ വീട്ടിൽ ഇരുന്ന് എനിക്ക് കേൾക്കാറുണ്ട്. ഇപ്പൊ അതൊക്കെ മാറി. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഭയങ്കര ശാന്തവും. കാരണം അവൻ മറ്റുള്ള കുട്ടികളോടൊപ്പം പെരുമാറാനും അതേപോലെ കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവന്റെ അച്ഛനോട് ചോദിച്ചാൽ അവർക്ക് കാണാറില്ല, സൗണ്ട് ഒന്നും കേൾക്കില്ല എന്ന് പറഞ്ഞ മോളെ അവന് സ്കൂളുണ്ട്. അപ്പൊ ചെന്നമംഗലത്ത് അളവ് അവര് തന്നെ വന്ന് കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുവന്നാക്കും. കറക്റ്റ് ആയിട്ട് അവന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നുണ്ടായിരുന്നു മെന്റലി റിട്ടൈൻഡ് ചിൽഡ്രൻസിനെ കുറിച്ചാണ്. The education of mentally retarded children is a special program whose solution need a certain amount of knowledge. ചില mentally retarded ഇപ്പം നമുക്കിങ്ങനെ പറ്റാത്ത ആൾക്കാർക്ക് കുറച്ച് ലിറ്റിൽ നോളജ് വേണം. അതിന് വേണ്ടിയിട്ടാണ് പ്രോഗ്രാം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മെനി ഓഫ് ദം ആർ നോട്ട് കേപ്പബിൾ ഓഫ് ലേണിംഗ്. അവർ പഠിച്ചെടുക്കുക അങ്ങനെ അവർക്ക് പഠിക്കാനുള്ള കഴിവ് ഉണ്ടാവില്ല അങ്ങനത്തെ കുട്ടികൾക്ക്. മെമ്മറി ആൻഡ് പവർ ഓഫ് determined is poor. അവരുടെ മെമ്മറി ഒക്കെ ഇങ്ങനെ സ്ലോ ആയിരിക്കും, അല്ലെങ്കിൽ കുറവായിരിക്കും. Their ability to understand and comprehend is also usually poor. അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ വ്യക്തമാകാം അതൊക്കെ ഭയങ്കര കുറവായിരിക്കുള്ളൂ. മറ്റു കുട്ടികളെ അപേക്ഷിക്കുമ്പോൾ തീരെ ഇല്ലാന്ന് തന്നെ പറയാം. Their creative growth remains arrested. അവർ ക്രിയേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ പറഞ്ഞിങ്ങനെ എവിടെയോ കൂട്ടിയിട്ട പോലെയാണ്. The Montessori environment that materials as used for great help for these students. അപ്പൊ അത്യാവശ്യം നല്ല മോണ്ടിസോറി എൻവയോൺമെന്റ് ടീച്ചേഴ്സ് ഒക്കെ അവിടെ ഓരോ കുട്ടികളെയും നല്ല രീതിയിൽ പരിപാലിക്കുന്ന ടീച്ചേഴ്സും അതേപോലെ നമ്മുടെ ഈ എൻവയോൺമെന്റ് ഉണ്ടല്ലോ പല കാര്യങ്ങളും പഠിപ്പിക്കുന്ന ആ ഒരു മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്ത് പഠിപ്പിക്കണം. അത് കുറച്ചും കൂടി അകത്തെ എന്താണ് ഇംപ്രൂവ്മെന്റിന് കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യും. The teacher should deal with these students with good patience. നമ്മുടെ കുട്ടിയാണെന്നുള്ള രീതിയിൽ വേണം ഈ പറഞ്ഞിങ്ങനെ കുട്ടികളെ ട്രീറ്റ് ചെയ്യാനായിട്ട്. കാരണം ഇവർക്ക് ഫിസിക്കലി വലിയ ആൾക്കാർ നമ്മളുടെ അത്രയും പോലെ വലിയ ആൾക്കാരായിട്ട് തോന്നും. പക്ഷെ അവർ മെന്റലി എങ്ങനെയാണ് ചെറിയ കുട്ടികളുടെ മനസ്സിലായിരിക്കും. ഒരിക്കലും നമ്മൾ അവരെ വേദനിപ്പിക്കാൻ അങ്ങനെ ഒന്നും നിൽക്കരുത്. അവര് നമ്മുടെ മക്കളാണ്. അവർക്ക് ഇങ്ങനെ നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ പ്രശ്നം വന്ന് നമ്മൾ എങ്ങനെയൊക്കെ നോക്കണം. അവയെ കെയറോട് കൂടി വേണം നമ്മൾ ഈ പറഞ്ഞ കുട്ടികളെ ചെയ്യാനായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട്. ഈ അസുഖം മെന്റലി റീറ്റെയിൽഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജന്മനാളെ വരാം. അതേപോലെ നമ്മൾ ജനിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ ഡിലേ ആണ് ഡെവലപ്മെന്റ് എങ്ങനെയാണ് കുറവാണെങ്കിൽ നേരത്തെ നമുക്ക് ഈ അസുഖം കണ്ടുപിടിക്കാൻ പറ്റും. ഒരു 2 വയസ്സ് 1.5 വയസ്സൊക്കെ ഉള്ള സമയത്ത് തന്നെ ഇങ്ങനൊരു അവരുടെ ഗ്രോത്ത് അല്ലെങ്കിൽ അവരിപ്പോ ഓടി നടക്കുന്ന പ്രായത്തിൽ ഓടി നടക്കില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ചിലവർക്കെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് ഒക്കെ വരും. ഇവരാണെങ്കിൽ അധികം ആരോടും ഒന്നും സംസാരിക്കാണ്ട് ഭൂമി ആയിട്ടൊക്കെ ഇരിക്കുന്നതായിരിക്കും. നമ്മൾ കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിച്ച് എൻഗേജ് ആക്കാനായിട്ട് ശ്രമിക്കണം. അപ്പൊ അവരുടെ ആക്ടിവിറ്റീസിൽ കൂടെ വേണം എന്ത് ചെയ്യാൻ ഗ്രൂപ്പ് ആക്കാനായിട്ട്. പല ഏജിലുള്ള ആൾക്കാരായിരിക്കും വേണ്ടത്. അവരെല്ലാവരും ഒരുമിച്ച് ആക്കി ഒരു ടീമാക്കി ചെറിയ ചെറിയ ഗെയിമൊക്കെ ചെയ്യിക്കുക, ഭക്ഷണം സ്വന്തമായിട്ട് എങ്ങനെ കഴിക്കണമെന്ന് പഠിപ്പിക്കുക, അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കാം, ഡെവലപ്പ് ചെയ്യാം. അപ്പൊ നമ്മൾ പറഞ്ഞത് കോംപ്രിഹെൻസീവ് എഡ്യൂക്കേഷനെ കുറിച്ചാണ് ഇന്ന് എടുത്തത്. കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ നമുക്ക് 14 വയസ്സുള്ള കുട്ടികൾക്ക് കമ്പൽസറി എഡ്യൂക്കേഷൻ ഉണ്ട്. അത് എല്ലാ കുട്ടികൾക്കും നിർബന്ധമായിട്ട് പഠിപ്പിക്കണം. അതിൽ നമ്മൾ 4 കാറ്റഗറീസ് സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളുടെ 4 കാറ്റഗറീസ് പഠിച്ചു. ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇംപേർമെന്റ്, ചിൽഡ്രൻസ് വിത്ത് ഹിയറിംഗ് ഇംപേർമെന്റ്, ചിൽഡ്രൻസ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ് ആൻഡ് മെന്റലി റിട്ടേൺഡ് ചിൽഡ്രൻസ്. ഓക്കെ, അപ്പൊ ഈ 4 സിമ്പിൾ ആയിട്ട് എത്രയും പെട്ടെന്ന് ഓരോരുത്തരായിട്ട് പറയാട്ടെ. എന്റെ അടുത്ത് വേഗം സിമ്പിൾ ആയിട്ട് വേഗം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ആരാ പറയണത്? ആരെങ്കിലും ഒരാൾ എന്ത് പറയാന്ന് പറഞ്ഞു വരാം, അല്ലെങ്കിൽ ഞാൻ അവരുടെ പേര് വിളിക്കും കേട്ടോ. ചിൽഡ്രൻ വിത്ത് വിഷ്വൽ ഇമ്പയർമെന്റ്. ഓക്കെ, കുട്ടികൾക്ക് ജന്മനാല് ചിലവർക്ക് കാഴ്ചശക്തി ഉണ്ടാവില്ല. ചിലവര് ഇപ്പൊ ജനിക്കുന്ന സമയത്ത് എന്റെ മോന് ജനിച്ച സമയത്ത് മെനിഞ്ചൈറ്റിസ് ഉണ്ടായിരുന്നു. പക്ഷെ ആൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഇതില് ജനിച്ചൊരു 3 ദിവസം കഴിഞ്ഞപ്പോ പനിയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അപ്പൊ നോക്കി മെനിഞ്ചൈറ്റിസ് ആയിരുന്നു.
പിന്നെ അന്ന് ട്രീറ്റ്മെന്റ് 1 മാസത്തോളം ഹോസ്പിറ്റലിൽ വീണ്ടും അഡ്മിറ്റ് ആയി. വേറെ അവന് വേറെ ഇപ്പൊ കാഴ്ച കുറവിന്റെ പ്രശ്നം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ചിലപ്പോ പലർക്കും പല രീതിയിലായിരിക്കും. അപ്പൊ ചിലവർക്ക് ജന്മനാൽ വരുന്ന ഓരോ അസുഖങ്ങൾ കൊണ്ട് ഇപ്പൊ സ്മോൾ പോക്സ്, മെനിഞ്ചൈറ്റിസ്, ട്രക്കോമ, സ്കാർലറ്റ് ഫീവർ അങ്ങനെയുള്ള പോയിസണസ് കെമിക്കൽസ് ഒക്കെ കൊണ്ട് ചിലർക്ക് കാഴ്ചശക്തി കുറയും, അല്ലെങ്കിൽ കാഴ്ചശക്തി തീരെ ഇല്ലാതെയാവും. അപ്പൊ നമ്മള് മാതാപിതാക്കൾ അവർക്ക് വേണ്ട പ്രോപ്പർ ഗൈഡൻസ് ഒക്കെ കൊടുത്ത് അവരുടെ കണ്ണുകളുടെ ആരോഗ്യം, അതിനു വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങള്, കാഴ്ചശക്തിക്ക് ഇപ്പൊ മുരിങ്ങയില, ഇലക്കറികള് അതൊക്കെ കാഴ്ചശക്തിക്ക് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ ഗർഭിണിയായിരുന്ന സമയത്തും കുട്ടികളുടെ കാഴ്ചശക്തിക്ക് ഉള്ള നല്ല ഭക്ഷണങ്ങള് ശീലാക്കുകയാണെങ്കിൽ നമുക്ക് അവരുടെ ആരോഗ്യം കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ കഴിയും. അതൊക്കെ ഇതില് പറഞ്ഞേക്കണേ. പിന്നെ ആ ചെക്കപ്പ് ഇപ്പൊ ജനിക്കുമ്പോ തന്നെ കുട്ടികളുടെ കാഴ്ച ശക്തിയുടെ കേൾവി ശക്തിയുടെ ഒക്കെ ചെക്കപ്പുകൾ ഹോസ്പിറ്റലിൽ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കിട്ടാത്തവര് അതിന് നമ്മൾ വേറെ പ്രോപ്പറായിട്ട് ചെക്കപ്പും എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് ചെയ്യണം. അത്രയല്ലേ ഇതില് പറയണേ? ഓക്കേടാ, ഒരാൾ കൂടി പറയാം വേഗം. ചിൽഡ്രൻസ് വിത്ത് ഹിയറിംഗ് ഇമ്പയർമെന്റ്, കേൾവി കുറഞ്ഞ കുട്ടികളുടെ കാര്യത്തിനെ പറ്റി പറഞ്ഞത്. അവര് മൂന്ന് തരത്തിലാണ് അവര് സംസാരിക്കുന്നത്. ആക്ഷനിലൂടെയും ലിപ്സിലൂടെയും, പിന്നെ ഇത് രണ്ടിന്റെയും കോംബോ ആക്ഷൻ ആൻഡ് ലിപ്സ് മൂവ്മെന്റിലൂടെയാണ് അവര് സംസാരിക്കുക. പിന്നെ അങ്ങനത്തെ കുട്ടികളുടെ മൈൻഡിനെ തന്നെ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. കുറെ കാര്യങ്ങൾ ഹിയറിംഗ് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളുടെ മൈൻഡിന് പ്രോബ്ലംസ് വരുന്നുണ്ട്. പിന്നെ ചില കുട്ടികൾ സംസാരിക്കാതിരിക്കുമ്പോ അവർക്ക് സംസാരിക്കാൻ കഴിവുണ്ടായിരിക്കും, പക്ഷെ അവർ കേൾക്കാത്തത് കൊണ്ടായിരിക്കും അവര് സംസാരിക്കാത്തത്. അപ്പൊ അത് നമ്മള് ടീച്ചേഴ്സ് അത് ശ്രദ്ധിക്കണം ക്ലാസ്സില്, കുട്ടികൾ എന്തുകൊണ്ടാണ് സംസാരിക്കാതെ അങ്ങനെ ഇരിക്കണേ എന്നുള്ളത്. പിന്നെ അവർക്ക് അപ്പൊ അത് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുത്താനും അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ അതൊക്കെയാണ് അതിൽ പറയുന്നത്. നെക്സ്റ്റ് ചിൽഡ്രൻസ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റി. ജന്മനാൽ ചില കുട്ടികൾക്ക് ഫിസിക്കലി അവർക്ക് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളുണ്ടാകും. അത് ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഉണ്ടാകുന്ന പല പ്രോബ്ലംസ് കാരണം അങ്ങനെ വരുന്ന കുട്ടികൾ ഉണ്ട്, അങ്ങനെ ഡിസബിലിറ്റി വരുന്ന കുട്ടികളുണ്ട്. അതല്ലാതെ ജനിതകപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും ഒക്കെ വരുന്ന ഡിസബിലിറ്റി വരുന്ന കുട്ടികളുണ്ട്. ഇപ്പം എൻ്റെ ഒരു ഡിസ്റ്റൻസ് റിലേഷനിൽ അവരുടെ കുടുംബത്തിൽ ആൺകുട്ടികൾക്കായിരുന്നു ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായിരുന്നത്. അവർ ഒരു 10 വയസ്സ് വരെയൊക്കെ അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ജനിക്കുന്ന സമയത്ത് അവരൊക്കെ നല്ല ആരോഗ്യമുള്ള കുട്ടികളായിരുന്നു. ഒരു 10 വയസ്സ് വരെ മറ്റെല്ലാ കുട്ടികളെ പോലെ തന്നെ എല്ലാ ആക്ടിവിറ്റീസും അതാത് പ്രായത്തിനനുസരിച്ച് ചെയ്യാനും ഓടി നടന്ന് കളിക്കാനും ഒക്കെ പറ്റുന്ന കുട്ടികളായിരുന്നു. പക്ഷെ ഒരു 10 വയസ്സിന് ശേഷം അവർക്കൊരു വീഴ്ച ഉണ്ടാവും. അത് എങ്ങനെയാണ്, എത്ര നമ്മൾ സൂക്ഷിച്ചാലും എങ്ങനെയാണെങ്കിലും അവർ പെട്ടെന്ന് ഒരു ദിവസം അങ്ങനെ വീഴും. ആ വീഴ്ചയിലാണ് അവർക്ക് മൊത്തത്തിൽ അവർക്ക് പ്രശ്നങ്ങൾ തുടങ്ങുക. ആ വീഴ്ചയിൽ നിന്ന് പിന്നെ അവർക്ക് എഴുന്നേൽക്കാൻ പറ്റില്ല. പിന്നെ ഒരാളുടെ സഹായം ഇല്ലാതെ ആ കുട്ടികൾക്ക് എഴുന്നേൽക്കാനോ അവരുടെ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നിനും പറ്റില്ല. അവർക്ക് അരയ്ക്ക് താഴെ അങ്ങനെ ചലനശേഷി നഷ്ടപ്പെട്ട രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ ചേച്ചിയുടെ 2 ആൺകുട്ടികളാണ്. ഈ 2 ആൺകുട്ടികൾക്കും സെയിം ഇതേപോലെ ആയിരുന്നു. 10 വയസ്സ് വരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. 10 വയസ്സ് കഴിയുമ്പോൾ ഒരു വീഴ്ച ഉണ്ടാവും. ആ വീഴ്ചയിൽ നിന്ന് പിന്നെ അവർക്ക് എഴുന്നേൽക്കാൻ പറ്റില്ല. പിന്നെ അങ്ങനെ ഈ കാലൊക്കെ ഇങ്ങനെ വള്ളി പോലെ, അതായത് ഈ അരയുടെ മുകളിലുള്ള ഒരു എന്താ പറയുക, കുട്ടികൾ കാണുമ്പോൾ ഇരിക്കുമ്പോഴൊന്നും നമുക്കൊന്നും അറിയില്ല. അവരെ കാണുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുള്ള കുട്ടികളാണെന്നേ തോന്നില്ല. നല്ല ഹൈറ്റും വെയിറ്റും നല്ല ഭംഗിയും ഒക്കെ ഉണ്ടാകും കുട്ടികളെ കാണാൻ. പക്ഷെ അരയ്ക്ക കീഴ്പോട്ട് അവർക്ക് ആ മുകളിലുള്ള പോലുള്ള ഒരു ഫിറ്റ്നസ് താഴത്തുണ്ടാവില്ല. ആ ഒരു വണ്ണം, ഈ ബോഡിക്ക് അനുസരിച്ചുള്ള ഒരു വണ്ണം കാലിനുണ്ടാവില്ല. കാലൊക്കെ ഇങ്ങനെ വള്ളി പോലെ ആയിട്ട് ആ കുട്ടികൾക്ക് എല്ലാത്തിനും ഒരാളുടെ സഹായം വേണം. അപ്പോൾ അങ്ങനെ ആയിട്ട് പിന്നെ ആ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ പക്ഷെ കുറച്ചു കാലം മാത്രമേ അവർ ജീവിച്ചിരിക്കുള്ളൂ. അപ്പോൾ ആ 2 കുട്ടികളും മരിച്ചു. ഒരുപാട് വർഷമായി ഇപ്പോൾ മരിച്ചിട്ട്. അതേപോലെ തന്നെയായിരുന്നു ആ ചേച്ചിയുടെ അനിയത്തിക്കും. അനിയത്തിയുടെ മോനും സെയിം ഇതേപോലെ ഒരു 10 വയസ്സ് വരെ ആ കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. 10 വയസ്സ് കഴിഞ്ഞപ്പോൾ ആ കുട്ടി ഇതുപോലെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് വീണു.
വീണതിന് ശേഷം ആ കുട്ടി ഇതേപോലെ തന്നെയാണ്. ഇപ്പോൾ വീൽ ചെയറിലാണ്, എല്ലാ കാര്യങ്ങളും ആ കുട്ടിക്ക് ചെയ്തു കൊടുക്കണം. പക്ഷെ ആള് നല്ല എന്താ പറയാ, നമുക്ക് ആ കുട്ടി ഒറ്റയ്ക്ക് ഒരാൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, എടുക്കാനോ കൊണ്ടുപോകാനോ ഒന്നിനും പറ്റില്ല. നല്ല ആൾക്കാർ, അവര് നല്ല ശരീരമൊക്കെ നല്ല ഫിറ്റ് ആയിട്ടുണ്ടാവും, കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണെന്ന് തോന്നുകയില്ല. പക്ഷെ അരയ്ക്ക് കീഴ്പോട്ടാണ് അങ്ങനെയുള്ള, അത് ജനിതകപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ വരാറുണ്ട്. അവരുടെ മുൻ തലമുറയിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവുമെന്നാണ് ഡോക്ടർക്ക് കാണിച്ചപ്പോഴൊക്കെ അവർ പറയുന്നത്. പക്ഷെ ആ കുട്ടിയുടെ അമ്മയുടെ തലമുറയിലൊന്നും ആർക്കും, അവരുടെ ഓർമ്മയിൽ അങ്ങനെ ആരും അവരെ കണ്ടിട്ടില്ല. അതിന്റെ മുന്നിലുള്ള തലമുറയിൽ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടായിരുന്നോ എന്നുള്ളത് ഇപ്പോൾ ഉള്ളവർക്ക് ആർക്കും അത് അറിയൂല. അപ്പൊ ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ട്രീറ്റ്മെന്റ് എന്ന് പറയാൻ ഒന്നുമില്ല. ഇതിന് ഫിസിക്കൽ ഇതായിട്ടുള്ള പറഞ്ഞ ഫിസിയോതെറാപ്പി കാര്യങ്ങളും ഒന്നും ആ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഈ കാലിങ്ങനെ വള്ളി പോലെ ആയിട്ട് അവർക്ക് ഒന്നും അതിനും ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല. അവർ ഇരിക്കുന്ന കാലം വരെ അവരെ നമ്മൾ സൂക്ഷിക്കുക, അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവർക്ക് സപ്പോർട്ടായിട്ട് ഇരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിന് ട്രീറ്റ്മെന്റും ഒന്നുമില്ല. അപ്പൊ ആ കുട്ടിയും ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും എന്താ വെച്ചാൽ ഒരു നേരം വീട്ടിൽ ഒരാളില്ലെങ്കിൽ അപ്പൊ കുട്ടിയുടെ അമ്മയ്ക്ക് ജോലിക്ക് പോകാനോ ഒന്നിനും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഈ കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും അനങ്ങാൻ പറ്റില്ല, എവിടേക്കും എല്ലാ കാര്യങ്ങൾക്കും ഒരാൾ വേണം. അപ്പൊ അങ്ങനെയുള്ള ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾ ഉണ്ട്. പിന്നെ പോളിയോ, ജന്മനാൽ തന്നെ പോളിയോ ബാധിച്ചിട്ട് ഡിസബിലിറ്റീസ് ആയിട്ടുള്ള കുട്ടികളുണ്ടാകും. അതും ഇത് പറഞ്ഞ പോലെ ഞങ്ങളുടെ തൊട്ട് വീട്ടിൽ ഒരു 3 കുട്ടികൾ, ആ അമ്മയുടെ 3 മക്കൾക്കും ജന്മലാൻ തന്നെ ആ കുട്ടികൾക്ക് പോളിയോ ആണ്. അവരും ഇതേപോലെ തന്നെയാണ്. അവർ ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അവർക്ക് ഒരു പ്രശ്നമില്ല, നോർമൽ ആണെന്ന് തോന്നും. പക്ഷെ അവർക്ക് അരയ്ക്ക് കീഴ്പോട്ടാണ് പ്രശ്നം. കാലിന് ഈ ശരീരത്തിന് ഒത്തിട്ടുള്ള ഒരു വണ്ണോ ബലമൊന്നും കാലിനില്ല. ആ 3 കുട്ടികൾക്കും അതേപോലെ തന്നെ. പക്ഷെ എന്നാൽ അവരുടെ ഫാമിലി, അച്ഛന്റെ ഫാമിലിയിലോ അമ്മയുടെ ഫാമിലിയിലോ ഒന്നും അങ്ങനെയുള്ളവരാരും അവരുടെ അറിവിൽ ഉണ്ടായിട്ടില്ല. ഈ കുട്ടികൾക്കായിരുന്നു അങ്ങനെ. അതിലിപ്പോ ഒരു കുട്ടി മരണപ്പെട്ടു, കുറച്ചു മാസം മുമ്പ് അതിലും ഒരു കുട്ടി മരണപ്പെട്ടു. ബാക്കി 2 കുട്ടികളും ഉണ്ട്. ഡോക്ടർമാര് കൺഫേം ചെയ്തോ? എന്താ ടീച്ചർ? ആ 3 കുട്ടികൾക്കില്ലേ പോളിയോ ബാധിച്ചതാണെന്ന് കൺഫേം ചെയ്തോ? ആ അതെ, പോളിയോ ആണ് അവർക്ക്. അവിടെ പോളിയോന്റെ ഇഞ്ചക്ഷൻ കാരണം കൊണ്ട്. ഉണ്ടായിരുന്നില്ല? ഏഹ് നമ്മൾ ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ, പോളിയോ, ഓറൽ പോളിയോ അവർക്ക് അതെല്ലാം, എല്ലാ കുത്തിവയ്പ്പുകളും എല്ലാം നടത്തിയതാണ്. അവരമ്മ പറയാറ് എല്ലാ കുത്തിവയ്പ്പുകളും എല്ലാം നടത്തിയതാണ്. പക്ഷെ ആ കുട്ടികൾക്ക് 3 കുട്ടികൾക്കും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ അന്നത്തെ കാലത്തൊന്നും അതിനുള്ള നമുക്ക് ഇതില്ലല്ലോ, മെഡിക്കൽ ഫെസിലിറ്റീസ് ഒന്നും ഇന്നത്തെ പോലുള്ള സ്കാനിങ്ങുകളോ ഒന്നും അറിയാൻ പറ്റില്ലല്ലോ. പക്ഷെ പോളിയോ ബാധിച്ചിട്ടുള്ള ഇതാണ്. അവരും അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാണ്ടായപ്പോഴാണ് ഇവർ ഡോക്ടർക്ക് കാണിക്കുന്നത്. അപ്പോഴാണ് ഇത് അങ്ങനെയാണെന്നുള്ളത് അറിയുന്നത് കുട്ടികൾക്ക്. അത് 3 കുട്ടികൾക്കും ഒരേപോലെ സെയിം അതേ ആ ഒരു പ്രായം എത്തുമ്പോൾ ഒരു 3 വയസ്സ് വരെ ഒക്കെ ഇവർക്ക് ഒരു ഒന്നോ 2 വയസ്സ് വരെ ഒന്നും അവർക്ക് അറിയാൻ പറ്റിയിരുന്നില്ല കുട്ടികൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത്. പിന്നെ അത് കഴിയുമ്പോൾ അവരുടെ പ്രായത്തിനുള്ള ആക്ടിവിറ്റീസ് ഒന്നും ഇവർ ചെയ്യാണ്ടേ ആകുമ്പോഴാണ്, അപ്പോൾ ഡോക്ടേഴ്സ് അപ്പോഴാണ് പറഞ്ഞത് അവർ ജന്മനാൽ തന്നെ അങ്ങനെ ആയിരിക്കും, അത് നിങ്ങൾക്ക് അറിയാതെ പോയത് കൊണ്ടാണ്, അത് അതായത് കൊണ്ടാണെന്നാണ് അവർ പറയുന്നത്. അടുത്തത് കേട്ടോ, mental retarded children. മെന്റൽ റിട്ടേൺ ചിൽഡ്രൻസ്, ഇത് അങ്ങനെയുള്ള പിള്ളേർക്ക് എപ്പോഴും ബുദ്ധി വളർച്ച ഉണ്ടാവില്ല. കൂടുതൽ എടാ സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കണില്ല, റേഞ്ചിന്റെ പ്രശ്നം തോന്നണം. ഇവിടെ റേഞ്ചിന്റെ പ്രശ്നമുണ്ട് മിസ്സേ. ഒന്നുകൂടി പറഞ്ഞു നോക്കിക്കോട്ടോ. ഇപ്പൊ കേക്കാവോ? ബ്രേക്ക് ആയി പോവാണ്. വേറെ ആരെങ്കിലും പറയുകയാണെങ്കിൽ പറഞ്ഞോട്ടോ. ഞാൻ പറയാം. ഇങ്ങനെയുള്ള കുട്ടികള് നമ്മളെ എത്ര വളർന്നിട്ടുണ്ടെങ്കിലും പക്ഷെ അവർക്ക് അതിനനുസരിച്ചുള്ള ബുദ്ധി വളർച്ച ഉണ്ടാവില്ല. അവര് നമ്മൾ ചെയ്യണ പോലത്തെ കാര്യങ്ങൾ ചെയ്യില്ല. പിന്നെ അവരെ അങ്ങനത്തെ പ്രത്യേക സ്കൂളിലേക്കൊക്കെ മാറ്റി കഴിഞ്ഞാല് അവർക്ക് ഒരുപാട് ഇതുണ്ടായിരിക്കും, മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. വേറൊരാളും കൂടി പറയാൻ പറ്റോ?
മോണ്ടിസോറി ഇപ്പൊ നമ്മൾ ഈ കോഴ്സ് ഈ മെത്തേഡിലൊക്കെ കൂടുതലായിട്ട് ഈ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. കൂടുതൽ അവരെ കാണിച്ചു കൊടുത്തിട്ടൊക്കെ മനസ്സിലാക്കിക്കാനായിട്ട് പറ്റും. മോണ്ടിസോറി എൻവയോൺമെന്റ് ഇങ്ങനത്തെ കുട്ടികളിൽ കുറച്ചും കൂടി മാറ്റം വരുത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. വേറെ ആരെങ്കിലും ഞാൻ പറയാം. ആരെങ്കിലും ഒരാൾ പറഞ്ഞു. മെന്റൽ റിട്ടയർഡ് ചിൽഡ്രൻ വെച്ചാൽ അവർ ജന്മാല് അങ്ങനെ ആയിരിക്കും. പിന്നെ അവർക്ക് വെച്ചാൽ ഒരു 30 വയസ്സാണെങ്കിൽ ഒരു 15 വയസ്സിന്റെ ബ്രെയിൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അവര് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ആയിരിക്കും അവര് ചെയ്യുക. അതായത് അമ്മയ്ക്കോ അച്ഛനും മാത്രമേ അവരെ നോക്കാൻ പറ്റൂ എന്നുള്ള രീതിയിൽ. കാരണം എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരാളുണ്ട്. എൻ്റെ ഹസ്ബൻഡിന്റെ മൂത്തപ്പന്റെ മോനാണ്. അപ്പൊ ആൾക്കിപ്പോ ഒരു 10-35 വയസ്സുണ്ട്. പക്ഷെ ഒരു 20 വയസ്സിന്റെ ബുദ്ധി വളർച്ച മാത്രമേ ആൾക്കുള്ളൂ. അതപ്പോ ഒരു 10 ഏജ് ബാക്കിലോട്ടാണ് ബുദ്ധി വികസിക്കുന്നത് എന്നാണ് ഡോക്ടർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഈ കുട്ടിക്കാലത്തൊക്കെ ഇവർക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു വ്യക്തിയാന്ന് പറഞ്ഞൊക്കെ ഭയങ്കര ഉപദ്രവിക്കും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അതായത് അവർക്ക് മെന്റലി അതിനോടുള്ള ഒരു ഇതില്ല. മറ്റുള്ളവർ ചെയ്യുന്നതിനെക്കാട്ടി ക്രൂരമായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ അവര് ഇപ്പൊ എന്ന് വെച്ചാൽ ആ വ്യക്തി അങ്ങനെയൊന്നും അല്ല, കുറെ മാറി, കുട്ടികളോടെല്ലാം നല്ല രീതിയിലായിരുന്നു. പക്ഷെ കുട്ടികളോട് പോലും പണ്ടൊക്കെ നല്ല രീതിയിൽ നല്ല ഉപദ്രവങ്ങളൊക്കെ ചെയ്യുമായിരുന്നു പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് എന്റെ മോളുണ്ടായി, അവരുടെ ഏട്ടന്റെ മോളുണ്ടായി. പക്ഷെ നല്ല ആറ്റിറ്റ്യൂഡായി. ഇപ്പൊ അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല രീതിയിൽ ആള് ബിഹേവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ വേറെ പ്രശ്നങ്ങൾ ഞങ്ങൾക്കൊക്കെ കുട്ടി ഉണ്ടായപ്പോ പാരന്റ്സിനൊക്കെ ഭയങ്കര പേടി ഉണ്ടായിരുന്നു. അതായത് ഹസ്ബൻഡിന്റെ പാരന്റ്സിന് ഭയങ്കര പേടിയായിരുന്നു. അതായത് എങ്ങനെയാണ് ഇവനെ അതിനോട് ഇതാക്കുക. ഞങ്ങളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവാറ്. അപ്പൊ എങ്ങനെയാണ് അതിനോട് ഇവൻ ചെയ്യാന്നുള്ള രീതിയിലൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ ആള് ബിഹേവ് ചെയ്യാൻ തുടങ്ങി. ഇവർക്ക് ബഡ്സ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂളിലാണ് വിട്ടോണ്ടിരുന്നത്. ഇപ്പൊ കൊറോണ ആയ പിന്നെ ആൾ എവിടെയും പോകാറില്ല, വീട്ടിൽ തന്നെയാണ്. ആ ബഡ്സ് സ്കൂളിന് ഇവർക്ക് ഈ എക്സസൈസ് പോലത്തുള്ള ഓരോ ആക്ടിവിറ്റീസ് ചെയ്തിട്ട് ആളെ മെന്റലി ഇപ്പൊ ബ്രെയിൻ കുറച്ച് വളർന്നുകൊണ്ടിരിക്കുക. അതായത് ആൾക്ക് സ്വയം പല്ല് തേക്കുക, കുളിക്കുക, ടോയ്ലറ്റിൽ പോയാൽ ചെയ്യാനുള്ള കാര്യങ്ങള് അങ്ങനെയൊക്കെ അവർ പഠിപ്പിച്ചു കൊടുത്ത് ഇപ്പൊ അതൊക്കെ ഓക്കെ ആയി. അല്ലെ പണ്ട് പല്ല് തേക്കില്ല, ഒറ്റക്ക് കുളിക്കില്ല, അങ്ങനെയല്ല. ഇപ്പോൾ കുളിക്കാൻ ആള് ഹെൽപ്പ് വേണം. പക്ഷെങ്കില് ബാത്റൂമിലൊക്കെ പോയി ഇപ്പൊ ആൾ തന്നെ സ്വയം എല്ലാം ചെയ്യും. പണ്ടൊന്നും അതൊന്നും ചെയ്യില്ല എന്ന് വീട്ടിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു. അത് ഈ ബഡ്സ് സ്കൂളിൽ പോയിട്ട് അവർ ഈ മോണ്ടിസറി ട്രെയിനിങ് കൊടുത്തതിന് ശേഷമാണ് ആള് ഈ ഒരു രീതിയിൽ നല്ല പ്രാക്ടീസായി വന്നത്. ഇപ്പൊ കുട്ടികളോടെല്ലാം നല്ല രീതിയിലുള്ള ബിഹേവിയറും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ആൾക്ക് ഞങ്ങളെക്കാട്ട് ശരിക്കും പറഞ്ഞാൽ ബുദ്ധിയാ. ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ അതിന്റെ നെക്സ്റ്റ് ലൈൻ ആ വ്യക്തി പറയും. അത്രയുള്ളൊരു ബുദ്ധിയൊക്കെ ഉണ്ട്. പിന്നെ ആരെങ്കിലും കണ്ടാൽ എല്ലാ കാര്യങ്ങളും ചോദിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. അതൊക്കെ ആ ബഡ്സ് സ്കൂളിൽ പോയതിനു ശേഷമാണെന്ന് പറയുന്നുണ്ട്. ഒരു സിനിമയിലെ ഡയലോഗ് കേട്ടാൽ അടുത്ത ഡയലോഗ് എന്താണെന്നൊക്കെ ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി. ഞങ്ങൾക്ക് തന്നെ അത് ഓർമ്മയുണ്ടാവില്ല. ആ ഒരു രീതിയിലൊക്കെ ഈ മോണ്ടിസറി ടീച്ചർ ട്രെയിനിങ് കൊണ്ട് ആ വ്യക്തി അത്രയും ഡെവലപ്പായി വന്നിട്ടുണ്ടായിരുന്നു. നമ്മള് അത്രേ ഉള്ളൂ. ഇതുപോലെ പല ടാലന്റുള്ള കുട്ടികളെ പഠിപ്പിക്കേണ്ടി സ്റ്റുഡൻസ് ആയിരിക്കും. ചിലപ്പോൾ ഫിസിക്കലി ഡിസബിലിറ്റി ഉള്ള കുട്ടികളോ അല്ലെങ്കിൽ മെന്റൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളോ അങ്ങനത്തെ കുട്ടികളായിരിക്കും നമ്മൾ എന്ത് ചെയ്യണത്. നമ്മൾ പഠിച്ചിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ജോലി അനുസരിച്ചായിരിക്കും നമ്മൾ ഒരു സ്ഥലത്ത് പോകണത്. അപ്പൊ അങ്ങനെ വരുന്നത് എല്ലാ കുട്ടികളും ഓരോപോലെ ട്രീറ്റ് ചെയ്യുക. സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് എന്താണ് സ്പെഷ്യൽ നീഡ് ആവശ്യമെന്ന് കണ്ടെത്തി അവർക്ക് ആ സ്പെഷ്യൽ നീഡ് എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കാം, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കണമെങ്കിൽ അവർക്ക് ആവശ്യമുള്ള നീഡ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ നോക്കാം. നല്ല രീതിയിൽ എല്ലാവരും ഒരേപോലെ തന്നെ, സാധാരണ കുട്ടിയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉള്ള കുട്ടിയാണോ അങ്ങനെ വേറെ ഒന്നും കാണിക്കാണ്ട് എല്ലാവരെയും ഓരോപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കാം, ട്രീറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇനി പറയേണ്ടത് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഈ ഇങ്ങനത്തെ കുട്ടികൾക്ക് ഡിസബിലിറ്റീസ് ഒക്കെ ഉള്ള കുട്ടികൾക്ക് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നാണ് പറയാൻ പോണേ കേട്ടോ. ആദ്യത്തേതാണ് ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ഈ കുട്ടികൾക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ നോക്കാം. മെന്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിട്ടേൺഡ് ചിൽഡ്രൻസിന്റെ കാര്യങ്ങൾ നമ്മൾ പറയണേ കേട്ടോ. A group of mentally retarded children may differ in their sequential age. ഇപ്പൊ നമ്മൾ സാധാരണ സ്കൂളിൽ പഠിക്കുമ്പോൾ സെയിം ഏജിലുള്ള കുട്ടികളായിരിക്കും ഒരു ക്ലാസ്സിൽ ഉണ്ടാവുന്നത്.
മെന്റലി റിട്ടൈൻ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ പല ഏജിലുള്ള കുട്ടികളെ ഇരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നത് പഠിപ്പിക്കേണ്ടതും അവരെ ഇരിക്കും നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. സം ഓഫ് ആർ ഓൾഡർ ദാൻ അതേഴ്സ്. ചിലവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കുട്ടികളെക്കാളും വലുതായിരിക്കും, ഓൾഡർ ആയിരിക്കും. ബട്ട് ദേ ആർ to be grouped together so as to avail equal opportunity for education and treatment. അപ്പൊ ഈ കുട്ടികളിലെ പല ഏജിലുള്ള പല പ്രശ്നങ്ങളായിട്ട് വരുന്ന സ്പെഷ്യൽ മെന്റൽ പ്രശ്നങ്ങളുള്ള കുട്ടികളെ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, ഈക്വൽ ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കുക, അവർക്ക് ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുക, ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആ ഗ്രോൺ അപ്പ് ഫിസിക്കലി മെന്റൽ ഏജ് ഇസ് വെരി ലോ. പക്ഷെ അവർ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഭയങ്കര വലിയ ആളെയൊക്കെ പോലെ തോന്നും, നമ്മളെക്കാളൊക്കെ ഭയങ്കര ഹൈറ്റ് വെയിറ്റ് ഒക്കെ ഉള്ള വലിയ ആൾക്കാരെ പോലെ തോന്നും. പക്ഷെ നമ്മ അവർ ആ ഒരു ലെവലിൽ നിന്നിട്ടായിരിക്കും നമ്മ അവരെ ട്രീറ്റ് ചെയ്യുന്നത്. അവർക്ക് എന്താ ചെയ്യാം, കുഞ്ഞിക്കുട്ടി അവരെന്തോരമാണോ അവരുടെ മെന്റൽ ഏജ് എന്നുള്ളത് കണ്ടെത്തി ആ ഒരു ഏജിലെ കുട്ടികൾ നമ്മ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യണത് അതേപോലെ വേണം നമ്മൾ ഈ പറഞ്ഞ കുട്ടികളെ മെന്റൽ കൊടുക്കാനായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട്. മെന്റലി റിറ്റൈൻഡ് ആയിട്ടുള്ള കുട്ടികളെ ട്രീറ്റ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് നല്ല രീതിയിൽ പേഷ്യൻസ് വേണം, നല്ല രീതിയിൽ അവർ നല്ല രീതിയിൽ പെരുമാറണം. ഓരോരോ കാര്യങ്ങൾ പറയണേക്കാളും കൂടുതൽ അവർക്ക് അത് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ ചാൻസ് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്. ഈ കുട്ടികളിലും എന്തെങ്കിലും എഡ്യൂക്കേഷനും അതേപോലെ ട്രീറ്റ്മെന്റും കിട്ടാനായിട്ട് അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം. രണ്ടാമത്താണ് അപ്രോപ്രിയേറ്റ് ആക്ടിവിറ്റീസ്. The mental retained children should be given suitable and power physical mental activities so they may frequently get the opportunity to active and vigilant. അവർക്ക് കുറച്ചും കൂടെ ആക്ടിവിറ്റീസ് കൊടുക്കുക, അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ട് ഫിസിക്കലി മെന്റലി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുക, പ്രൊവൈഡ് ചെയ്യാൻ നോക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ആ കുട്ടികൾ എന്താവും, ആക്റ്റീവ് ആവും, വിജിലന്റ് ആവുന്ന പറയുന്നത്. ഇനി സ്പെഷ്യൽ ട്രെയിനിങ്ങിന്റെ കാര്യമാണ്. As these children need not only statutory support but also medical treatment, periodical special clinics may be organized. അപ്പൊ ഇങ്ങനത്തെ കുട്ടികളില് അവർക്ക് സ്പെഷ്യൽ ക്ലിനിക്കുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ നോക്കുക. അവർക്ക് സപ്പോർട്ട് മാത്രമല്ല കുറച്ച് ട്രീറ്റ്മെന്റിന്റെ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, അവരെ നല്ല രീതിയിൽ ഒന്ന് സ്പെഷ്യൽ ക്ലിനിക് ഒക്കെ വെച്ച് ഇപ്പൊ അവരുടെ പുരോഗതി എങ്ങനെയുണ്ട്, ശരി ഇവിടെ വരുന്ന സമയത്തുള്ള ആളെങ്ങനെയാണ്, ഇപ്പോൾ അയാൾക്ക് വന്ന മാറ്റം എന്താണ്, ആ കുട്ടിക്ക് എന്തൊക്കെ ചേഞ്ചസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഫീലിംഗ് ഓഫ് ബീങ് അവോയ്ഡ്. അവരെ മറ്റുള്ള കുട്ടി ഇപ്പൊ സെയിം സ്കൂൾ നോർമൽ സ്കൂളിലാണ് ആ കുട്ടി പഠിക്കണമെങ്കിൽ അവർക്ക് അവിടെ അവോയ്ഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. മറ്റു കുട്ടികളൊക്കെ അവരെ കളിയാക്കാനും അതേപോലെ എന്താണ് പറ്റിക്കാനും അങ്ങനെ എന്റെ പേര് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ അവോയ്ഡ് ചെയ്യാനുള്ള ചാൻസ് നോർമൽ സ്കൂളിൽ പഠിച്ചാല് ഈ കുട്ടികൾ നേരിട്ട് വരും. പക്ഷെ സ്പെഷ്യൽ സ്കൂളിലാണെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല, കാരണം ഇതേപോലെ തന്നെ കുട്ടികളാണ് അവിടെ പഠിക്കുന്നത്. അപ്പൊ അവർക്ക് കൂടുതലായിട്ട് എന്താണ് കുറച്ചും കൂടി ആക്റ്റീവ് ആവാനും ഒക്കെ കുറച്ചും കൂടി എന്താണ് സ്പേസ് ഉണ്ട് ഇവിടെ. ഫീലിംഗ് ഓഫ് ബീങ് അവോയ്ഡ്. As they are educated in normal school environment, children have a tendency to fool them and laugh at them. അവരെ കളിയാക്കിച്ചിരിക്കാനും അതേപോലെ പറ്റിക്കാനും ഉള്ള ചാൻസ് കൂടുതലാണ് നോർമൽ സ്കൂളിലാണെങ്കിൽ. Teachers should see to this and avoid any such attempts because it would psychologically affect them adversely. ഇനിയിപ്പോ നമ്മുടെ ക്ലാസ്സിലോ നമ്മുടെ സ്കൂളിലോ നമ്മൾ പഠിപ്പിക്കുന്ന സ്കൂളിലോ അങ്ങനെ ഒരു കുട്ടി ഉണ്ടെന്ന് വിചാരിക്കും. നമ്മൾ ആ കുട്ടീനെ കുറച്ചും കൂടി സ്പെഷ്യൽ ആയിട്ട് നമ്മൾ എല്ലാവരും കുറച്ചും കൂടി നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ. കാരണം നമ്മൾ കണ്ടുപിടിച്ച് ഈ കുട്ടികൾ ബാക്കിയുള്ള നോർമൽ ആയിട്ടുള്ള കുട്ടികളെ ഈ കുട്ടീനെ കളിയാക്കാനും അതേപോലെ എന്ത് ചെയ്യാനൊക്കെ ലവ് ചെയ്യാനൊക്കെ ഉള്ള കളിയാക്കുക അല്ലെങ്കിൽ ഫൂളാക്കാനൊക്കെ ഉള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ഫിസിക്കലി സൈക്കോളജിക്കലി കുറച്ച് അഫക്ട് ചെയ്യും. അങ്ങനത്തെ കുട്ടികൾ ഇപ്പൊ സ്കൂളിൽ പോണതിനോട് അപ്പൊ ആദ്യം പോകുന്ന നല്ല താല്പര്യമാണെങ്കിൽ പിന്നെ താല്പര്യം കുറയും, അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് കാണണമെങ്കിൽ നല്ല രീതിയിൽ പണിഷ് ചെയ്യാം. പണിഷ് ചെയ്യുക അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ എടുക്കേണ്ട ആക്ഷൻ എന്താന്ന് വെച്ചാൽ അത് എടുക്കാം. ഇങ്ങനത്തെ കുട്ടികളെ നമ്മൾ നല്ലൊരു സ്പെഷ്യൽ കെയറോട് കൂടി ട്രീറ്റ് ചെയ്യാം. ഇനി വെൽഫെയർ ഫോർ നോർമൽ ചിൽഡ്രൻസ്. ഓൾസോ സ്പെഷ്യൽ കെയർ ഇസ് ടു ഗിവൻ ടു underperforming and disabled children. Compensatory education program are to be imagined for them. അപ്പൊ ഇങ്ങനത്തെ സ്പെഷ്യൽ നീഡ്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ കെയർ ആവശ്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നോർമൽ ചിൽഡ്രൻസ് ടു റിക്വയർ സ്പെഷ്യൽ കെയർ ഓഫ് ദർ പാരന്റ്സ്. സാധാരണ കുട്ടികൾക്കും എങ്ങനെ സ്പെഷ്യൽ കെയർ ഒക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട്.
നമ്മുടെ മോണ്ടിസോറി എഡ്യൂക്കേഷൻ ആണെങ്കിൽ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ഫുൾഫിൽ ചെയ്യാനായിട്ട് കുട്ടികളെ കേപ്പബിൾ ആക്കുന്നുണ്ട്. ഇൻ മോണ്ടിസോറി എഡ്യൂക്കേഷൻ ദിസ് ഈസ് പോസിബിൾ ത്രൂ ഇൻഡിവിജ്വൽ അറ്റൻഷൻ. നമുക്ക് ഓരോ കുട്ടീനെയും ഇൻഡിവിജ്വലി അവരുടെ കപ്പാസിറ്റി എന്താണ്, അവരുടെ ഓരോ കുട്ടീനെയും നല്ല രീതിയിൽ നല്ലൊരു സിറ്റിസൺ ആയിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും എന്നാണ് പറയണേ കേട്ടോ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് 4 പോയിന്റ് അല്ലേ, മെന്റലി റിട്ടേൺ ചിൽഡ്രൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട എന്താ പറയാ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഓരോ കാര്യങ്ങളും ഓരോരുത്തർ പറഞ്ഞു കേട്ടോ. കീർത്തി തന്നെ പറഞ്ഞിരുന്നു തോന്നുന്നുണ്ട് അല്ലെ, ആരെങ്കിലും ഒരാൾ പറഞ്ഞോ കേട്ടോ. പല ഏജിലുള്ള പല പ്രശ്നങ്ങളുമായിട്ടായിരിക്കും പല കുട്ടികളും വരുന്നത്. അപ്പൊ അവർക്ക് ഒരേപോലെ അവരെ എല്ലാരെയും ഒരേപോലെ പരിഗണിക്കുക, അവർക്ക് അതിന് നല്ല രീതിയിൽ അത് കാണിച്ചുകൊണ്ട് ഓരോ ഇതും കാണിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയുള്ള കുട്ടികളെ മറ്റുള്ള കുട്ടികള് കളിയാക്കാനൊക്കെ ശ്രമിക്കും. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കുക. ടീച്ചേഴ്സ് വളരെയധികം ശ്രദ്ധിക്കുക. ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ കുട്ടികള് പലതരത്തിലുള്ള ഏജുള്ള കുട്ടികളായിരിക്കാം, ഒരേപോലെയുള്ള അവരായിരിക്കില്ല. കാണുമ്പോൾ ഒരേപോലെ ആണെങ്കിലും അവർ ചിലര് മുതിർന്ന മറ്റുള്ളവരെക്കാളും പ്രായമുള്ളവരൊക്കെ ആയിരിക്കും. അപ്പോ അവർക്ക് എല്ലാവരെയും ഒരുപോലെ കാണാനും എല്ലാവർക്കും ഒരേപോലെ കെയർ കൊടുക്കാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അവർക്ക് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ നിർദ്ദേശിക്കുക. അവര് ഓക്കെ അല്ലേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. എല്ലാവരും ഒരുപോലെ കെയർ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ട്രെയിനിങ് കോഴ്സാണ്. സെക്കൻഡ് വൺ ആണ് അപ്രോപ്രിയേറ്റ് ആക്ടിവിറ്റീസ്. മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിന് മെന്റലിയും ഫിസിക്കലും ആയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുക. അപ്പൊ അവർ ഫ്രീക്വന്റ് ആയിട്ട് അവർക്ക് കൂടുതൽ അവർ ആക്റ്റീവ് ആവാനും വിജിലന്റ് ആവാനും സാധിക്കുന്നു. ഇവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്ലിനിക്ക് കൊടുക്കുക. എന്നിട്ട് അവരെങ്ങനെ മെച്ചപ്പെടുന്നു എന്നുള്ള എന്താണ് നമ്മൾ ഒരു വന്ന കുട്ടി അതുപോലെ തന്നെയാണോ, അതിൽ മെച്ചപ്പെട്ടിട്ടുണ്ടോന്ന് ക്ലിനിക്ക് വഴി എന്താണ് ആ കുട്ടിയുടെ ആരോഗ്യനില മാറ്റം വന്നിട്ടുണ്ടോന്ന് നോക്കാൻ കഴിയും. അവർക്ക് വന്നിട്ടുണ്ടോന്ന് ശ്രദ്ധിക്കാൻ കഴിയും. ഫീലിംഗ് ഓഫ് ബീങ് അവോയ്ഡഡ്. ഇങ്ങനെ ഡിസബിലിറ്റി ഉള്ള കുട്ടികള് നോർമൽ സ്കൂളിൽ പഠിക്കുന്ന സാഹചര്യത്തില് ബാക്കിയുള്ള നോർമൽ സ്റ്റുഡൻസ് അവരെ കളിയാക്കാനും അവരെ കളിയാക്കി ചിരിക്കാനും ഒക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ അതിൽ നിന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാനും ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ ടീച്ചേഴ്സ് പ്രത്യേക പരിഗണന കൊടുത്ത് അവർക്ക് ഫുൾ സപ്പോർട്ട് ചെയ്ത് അവർക്ക് നല്ല അറ്റൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്ററില് ചൈൽഡ് വെൽഫെയർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഇതൊന്നും പോർഷനൊന്നും എല്ലാവർക്കും വായിച്ചു നോക്കി. ചാപ്റ്റർ മൊത്തമായിട്ട് 5 മിനിറ്റ് തരാം. നല്ല രീതിയിൽ ഒന്ന് വായിച്ചു നോക്കി. ഏതെങ്കിലും പോർഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് കൊടുത്തു. അപ്പൊ അത് എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇന്ന് വായിച്ചു നോക്കി എല്ലാവരും. മിസ് ഇതുപോലെ 1 വേർഡ് ക്വസ്റ്റ്യൻ മാത്രമേ എക്സാമിന് ഉണ്ടാവുകയുള്ളൂ? 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വരുന്നത്. കാരണം ഓൺലൈൻ ആയിട്ട് ചെയ്യുന്നത്.
പല മിസ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ട് തരുമോ? കുറച്ച് കൂടുതൽ. ഞാൻ അടുത്ത ദിവസം കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കട്ടെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട്. മിസ് ഫൈനൽ എക്സാം ആയാലും ഇതേപോലെ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്? നിങ്ങൾക്ക് ശരണ മിസ് എടുക്കണില്ലേ? എടുക്കണ്ടല്ലോ. മിസ്സിനോട് ചോദിക്കട്ടെ ക്ലിയർ ആയിട്ട്. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും. അപ്പൊ ഞാൻ പറയുന്നതിനേക്കാൾ നന്നായിട്ട് ശരണ മിസ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും. മെയിൻ എക്സാമിന് ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമ്പറിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇപ്പൊ എത്ര എണ്ണം ഉണ്ടാവും അതേപോലെ കേട്ടോ. പിന്നെ അങ്ങനെയാണ്. അപ്പൊ ഒന്ന് വായിച്ചു നോക്കാം. ചാപ്റ്റർ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഇപ്പൊ തന്നെ ചോദിക്കാവേ. മാം PDF ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണോ വരുന്നത്? എന്താണ്? PDF-ലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും വരുന്നത്? നമ്മൾ അത് പഠിച്ചാൽ മതിയോ? അത് മെയിൻ ആയിട്ട് പഠിച്ചാൽ മതിയോ? ഞാൻ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിനുള്ള ക്വസ്റ്റ്യൻസ് തരുന്നത്. അങ്ങനെയാണ്. ചിലപ്പോ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കും. നിങ്ങൾ നോക്കിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇപ്പൊ തന്നെ മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ചാൽ മതി. അപ്പൊ എല്ലാവരും വായിക്കല്ലേ. ഞാൻ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ പ്രിപ്പയർ ആയിട്ട് വരുമോ? ഓക്കെ, ഞാൻ പറയാൻ പോണത് ഞാൻ പ്രാവശ്യം ഒരു ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നില്ലേ? എന്തുവായിരുന്നു? ഒരു മാത്സിന്റെ ആക്ടിവിറ്റി. എന്താന്ന് വെച്ചാൽ ജനിച്ച ഉടനെ മുതൽ കുട്ടി ഒരു 14 വയസ്സാവുന്ന വരെ എടുക്കേണ്ട വാക്സിൻസിന്റെ ലിസ്റ്റ് നിങ്ങളോട് എഴുതി തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് വാക്സിനാണ് എപ്പോഴാണോ അത് എടുക്കേണ്ടത്. ഇപ്പൊ BCG ആണെങ്കിൽ ജനിച്ചോർമ്മ എടുക്കുന്ന വാക്സിൻ ആണ്. അപ്പൊ അതിന്റെ എത്ര അസുഖത്തിനാണ് അത് പ്രൊട്ടക്ഷൻ കിട്ടണേ എന്നുള്ള കാര്യം അങ്ങനെ എഴുതി തയ്യാറാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ക്ലാസ്സിലോ രണ്ടാമത്തെ ക്ലാസ്സിലോ എങ്ങോട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് എനിക്ക് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ പറയാൻ പോകുന്നത് ഒരു സെമിനാർ അവതരിപ്പിക്കണം. നമ്മ നിങ്ങളുടെ മുമ്പിൽ ഞാനടക്കം ഇപ്പാക്കുള്ളവരൊക്കെ ഏത് സ്റ്റുഡൻസ് ആയിട്ട് നിന്നിട്ട് നിങ്ങളിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു 5 പേര് അടുത്ത ക്ലാസ്സിൽ സെമിനാറിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വരണം. എല്ലാവരും പ്രിപ്പയർ ചെയ്ത് വന്നു. ഞാൻ അതിൽ 5 പേര് അല്ലെങ്കിൽ മാക്സിമം ടൈം ഉണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാരെ കൊണ്ട് സെമിനാർ ലഭിക്കും. അല്ലെങ്കിൽ ഈ 5 പേരെ കൊണ്ടാണ് എടുക്കുന്നത്. മെയിൻ ആയിട്ട് 5 പേരെ കൊണ്ട് എടുപ്പിക്കാൻ വിചാരിക്കണേ. ടൈം ഉണ്ടെങ്കിൽ ഒരാൾക്ക് കൂടി എടുക്കാം. ഞാൻ വിളിക്കും. അല്ലാണ്ട് നിങ്ങൾ എല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ട് വരണം. ഓക്കെ ആണോ? ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? അത് ചെയ്തിട്ടുണ്ട്. ചാർട്ടിൽ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുക. ഇന്ന വാക്സിൻ ഇന്ന അസുഖത്തിനാണ്, ഇന്ന വാക്സിൻ ഇന്ന അസുഖത്തിനാണെന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട് തയ്യാറായിട്ട് വരണം. ഓക്കെ, എല്ലാവരും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകാം. അല്ല നീ ചെയ്യും ഞാൻ ചെയ്യും അങ്ങനെയൊന്നുമില്ല. ഞാൻ മിണ്ടാണ്ടിരിക്കണം അല്ലെങ്കിൽ എന്നോട് പ്രതികരിക്കാത്ത കുറച്ച് ആൾക്കാരെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ചില റെസ്പോൺസ് ചെയ്യാതെ അവരെ നോക്കിയിട്ട് ഞാൻ നോക്കിക്കോ. കേട്ടല്ലോ? അടുത്ത ക്ലാസ്സിൽ എല്ലാവരും ഒന്നോടെ പറയാമോ? നെറ്റ് പോയായിരുന്നു, ക്ലിയർ ആയില്ല. ഓക്കേടാ, ഞാനേ വാക്സിൻസിന്റെ ലിസ്റ്റും എന്തൊക്കെ അസുഖത്തിനാണ് വാക്സിൻ എടുക്കണമെന്ന് പ്രാവശ്യം ഒരു അസൈൻമെന്റ് ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. A4 ഷീറ്റിൽ എഴുതി തയ്യാറാക്കി വെക്കാനായിട്ട്. അത് നല്ല രീതിയിൽ സെമിനാറായിട്ട് അവതരിപ്പിക്കണം. ഓക്കെ, ഞാനിപ്പോ ക്ലാസ് എടുത്ത് തന്നെ പോലെ അതിനേക്കാളും നന്നായിട്ട് ആർക്കൊക്കെ എടുത്ത് കൊടുക്കാൻ പറ്റും. നാളെ ഓരോ സ്കൂളുകളിൽ ഒരു ക്ലാസ്സിൽ പോയിട്ട് ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് അല്ലേ, ഒന്ന് പറഞ്ഞു കൊടുക്കും. ഇംഗ്ലീഷിലല്ലേ മാം അത് ക്ലാസ് എടുക്കേണ്ടത്? ഇംഗ്ലീഷ് ആവണമെന്നില്ല. ഞാൻ പറയണ പോലെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ മതി. പക്ഷെ കൂടുതലായിട്ട് ഇംഗ്ലീഷ് ഉണ്ട്. ഓക്കെ മാം. ഓക്കെ, സെമിനാർ തയ്യാറായിട്ട് വരില്ലേ? ഓക്കെ. ഈ ചാപ്റ്ററിൽ യൂണിറ്റ് 8 ചൈൽഡ് വെൽഫെയർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവും? ഇനി എന്താ മിസ് ക്ലാസ് ഉണ്ടാവുക? എന്റെ ക്ലാസ്സിന് അടുത്ത ബുധനാഴ്ച ഇടാം. നെക്സ്റ്റ് വെനസ്ഡേ. അന്ന് ലീവ് ഒന്നുമില്ലല്ലോ? ഓഗസ്റ്റ് 15 ഒന്നല്ല നോക്കട്ടെ കേട്ടോ. ഓഗസ്റ്റ് 15 എന്നാ നോക്കട്ടെ ഒരു മിനിറ്റ്. അന്നാണെങ്കിൽ ഇല്ല, അത് വ്യാഴാഴ്ച.
അപ്പൊ കുഴപ്പമില്ല. അപ്പൊ അടുത്ത വെനസ്ഡേ ആണ് സെമിനാർ എടുക്കേണ്ടത് കേട്ടോ. നല്ല രീതിയിൽ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചിട്ട് വരാം. ഓക്കെ ഓക്കെ മാം. ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വായിച്ചു നോക്കിയാോ? ഒന്ന് വായിച്ചു നോക്ക് കേട്ടോ. ഞാൻ പുതിയ ചാപ്റ്റർ എടുക്കാറുള്ളത് ഈ പോർഷൻ തീർന്നല്ലോ. ഇനി അടുത്ത പാർട്ടിലാണ് ഈ ചാപ്റ്റർ ഉള്ളത്. സെക്കൻഡ് പാർട്ട് 2-ലാണ്. അതുകൊണ്ടാണ് ഇനി പുതിയൊരു പോർഷൻ എടുക്കാറുള്ളത്. ടൈമും ഇല്ല, ക്ലാസ്സിനത് സമയമില്ലല്ലോ. അതുകൊണ്ടാണ് പുതിയ പോർഷനിലേക്ക് കവർ ചെയ്യാത്തത്. നോക്കാട്ടെ, ഈ പോർഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിച്ച് ക്ലാരിഫൈ ചെയ്ത് പോകാൻ നോക്കാട്ടോ. മാക്സിമം നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഡൗട്ട് ഒക്കെ ക്ലിയർ ആക്കി പോവുകയാണെങ്കിൽ ഇതിന് വേണ്ടി പഠിക്കാനായിട്ട് എക്സ്ട്രാ ടൈം എടുക്കേണ്ട കാര്യമില്ല. ഇപ്പൊ തന്നെ കാര്യങ്ങളൊക്കെ പഠിച്ചു പോവാണെങ്കിൽ. ഓക്കെ നോക്കിട്ടോ. ഡൗട്ട് ഒന്നും ഇല്ലാലോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാട്ടോ. ഇപ്പൊ ഈ ചാപ്റ്ററിൽ ചൈൽഡ് വെൽഫെയർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറയാം. മിസ്സസ് സെമിനാർ എടുക്കുന്ന എങ്ങനെ ഒന്നുകൂടെ പറയാവോ? സെമിനാർ എടുക്കുന്നതിനെ കുറിച്ച് ഒന്നുകൂടി പറയണോ? ഓക്കെ, ഒന്നുകൂടി പറയാം. വാക്സിൻസിനെ കുറിച്ച് ഉള്ള ഡീറ്റെയിൽസ്, ഏതൊക്കെ വാക്സിൻ ഏതൊക്കെ ഏജിലാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ വീക്കിലാണ് എടുക്കേണ്ടത്. ഇപ്പൊ ജനിച്ച ഉടനെ മുതൽ 16 വയസ്സ് വരെ എടുക്കുന്ന വാക്സിൻ ആ ഒരു ഇതുണ്ടല്ലോ, അതിന്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന സെമിനാർ അവതരിപ്പിക്കുന്നത്. ഞാൻ ഇതൊരു ആക്ടിവിറ്റി ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളെല്ലാരും വിചാരിച്ചത് ആക്ടിവിറ്റി അല്ലേ എന്ന് വിചാരിച്ച് എഴുതിയൊക്കെ വയ്ക്കാത്തവർക്കുള്ള ശരിക്കുള്ള പണിയാണ്. വേഗം ചെല്ലാം, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ. എന്നിട്ട് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ആൾക്കാരെ ഞാൻ വിളിക്കണം കേട്ടോ. ഇരിക്കുന്ന പിള്ളേരുണ്ടാവില്ലേ, മെയിനായിട്ട് അവരെയാണ് വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ വാക്സിൻ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യണോ? എടാ, ആ വാക്സിൻ എന്താന്ന് പറയാം. ആ വാക്സിൻ ഏത് അസുഖത്തിനാണ് എടുക്കണേന്ന് പറയാം. ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ കിട്ടും. അതേപോലെ നമ്മൾ അടിച്ചു നോക്കിയാൽ മതി. ഇമ്മ്യൂണൈസേഷൻ ചാർട്ട അങ്ങനെ എന്തെങ്കിലും അങ്ങനെ അടിച്ചു നോക്കുകയാണെങ്കിൽ കിട്ടും. അതേപോലെ അതിന്റെ ഫുൾ ഫോംസും എഴുതി വെക്കും. ആക്ടിവിറ്റി ആണല്ലോ. ഓക്കെ. പറഞ്ഞോടാ. ആ സെമിനാർ ക്ലാസ് റൂമിൽ ഒന്ന് ഇടാമോ? സെമിനാർ ടോപ്പിക് ഒന്ന്
ടോപ്പിക് ക്ലാസ് റൂമിൽ ഇരുന്നോ, ഞാൻ കൊടുക്കാം കേട്ടോ. ആ ഓക്കെ മിസ്. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ആ പറഞ്ഞോളാം. ഇന്നിപ്പോ നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസിനെ കുറിച്ച് ഇതിൽ പറഞ്ഞില്ലേ? ആ അപ്പൊ ഞങ്ങൾക്ക് മോണ്ടിസോറി മെറ്റീരിയൽസ് നമുക്ക് എങ്ങനെയാ അത് ചെയ്ത് പഠിക്കാനൊക്കെ എങ്ങനെയാ പറ്റുക? നമുക്ക് പ്രാക്ടിക്കൽ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. നമുക്കിപ്പോ നമ്മളിപ്പോ ജോലിക്ക് ചെല്ലുമ്പോ ഇന്റർവ്യൂവിനൊക്കെ അവര് മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്യാനൊക്കെ പറയുമോ? ഓക്കെ ഓക്കെ, അതൊക്കെ ആക്ടിവിറ്റീസ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ തിയറി പോർഷൻ അല്ല, അത് കഴിഞ്ഞിട്ട് എടുക്കുന്ന പോർഷനിലാവുമ്പോ ഇപ്പൊ കുഞ്ഞു വീടുകളൊക്കെ ഉണ്ടാക്കാനൊക്കെ അതേപോലെ ഓരോരുത്തർക്ക് ഉണ്ടാക്കിയൊക്കെ നോക്കണം. അതേപോലെ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. ആ സമയം ആവുമ്പോ എടുക്കൂട്ടോ. അതിനി വേറെ ഇതിൽ ഇനി വരും. വരാൻ പോകുന്നുള്ളൂ. തിയറി പോർഷൻ എടുത്ത് കഴിഞ്ഞാല് പിന്നെ ഈ മോണ്ടിസോറിയുടെ ആക്ടിവിറ്റീസുകളാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് കവർ ചെയ്യും കേട്ടോ. അപ്പൊ നമ്മള് ഒരു ഇതിന് പോകുമ്പോ മനസ്സിലാക്കാനുള്ള ചാൻസ് ഉണ്ട്. പറഞ്ഞോളൂ. നമ്മള് ജോലിക്ക് ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോ നമ്മള് മെറ്റീരിയൽസ് നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകണോ? അതോ ചിലപ്പോ എനിക്ക് അറിഞ്ഞൂടാ, ചോദിക്കട്ടെ. മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. ഇതേപോലെ ഒരു സ്കൂളിലാണെങ്കിലും ഈ മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ്. ആണല്ലേ? ചിലപ്പോ ഈ ബോർഡ്, അതേപോലെ ചെറിയ ബോർഡുകൾ, അതേപോലെ ചെറിയ വീട്, അതേപോലെ ചാർട്ടുകളൊക്കെ യൂസ് ചെയ്ത് നമുക്ക് കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കും, അങ്ങനത്തെ ഒരു കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പൊ മോണ്ടിസോറി മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ട് കുട്ടീനെ എങ്ങനെയാണ് അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നത്, എങ്ങനെയാണ് അവർക്ക് അത് നല്ല രീതിയിൽ എഴുതി കൊടുക്കും. അത് ചാർട്ടിലൊക്കെ ഇപ്പൊ എ എന്ന് പറയുന്ന അക്ഷരമാണെങ്കിൽ എ എന്ന് പറയുന്ന ഇതില് എഴുതി നമ്മ എങ്ങനെയാണ് ചാർട്ടിൽ പ്രിപ്പയർ ചെയ്യണം. വരുന്നുണ്ട് ആക്ടിവിറ്റീസ് ഒക്കെ അത് ചെയ്യുന്നത്. അപ്പൊ പഠിച്ചോളൂ കേട്ടോ. ഓക്കെ ഓക്കെ മിസ്, താങ്ക് യു. നമ്മുടെ ടൈം എന്നിട്ട് ആവേണ്. താങ്ക് യു കേട്ടോ. ക്ലാസ്സിനെ വൈകിട്ട് ചെയ്യണേ. വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇല്ല മിസ്, താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am.